ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18. ലൈവ് ഇന്ന് രാവിലെ വച്ചപ്പം മുതൽ അവിടെ ഒച്ചപ്പാടും ബഹളമാണ്. എൻ്റെ പൊന്നു, ഇത്രയും നേരമായിട്ട് അടിയും ബഹളം തീർന്നിട്ടില്ല, അങ്ങനെ വേണം പറയാനായിട്ട്. ഷാനവാസും നെവിനും തമ്മിൽ അടി, ഷാനവാസും റിയാസും തമ്മിൽ ഒച്ചപ്പാടും ബഹളവും. അതേപോലെ തന്നെ അനീഷ് റിയാസിനെതിരെ സംസാരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരും ഷാനവാസിനും അനീഷിനെതിരെ സംസാരിക്കുന്നു. ഒന്നും പറയണ്ട, കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ ബഹളമാണ് സത്യം പറഞ്ഞു. ഇനി മെയിൻ റീസൺ എന്താണെന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. ഇത് വെളുപ്പിനെ എന്തെന്ന് പറഞ്ഞ സംഭവമാണ്, ലൈവിൽ നടന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചു നേരം ലൈവ് വെച്ചതിൽ നിന്ന് അവർ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അതായത് ആദില, അനീഷ്, പിന്നെ വേറെ ആരും ഉണ്ട്. അവരുടെ അടുത്ത് റിയാസ് ഇരുന്ന് സംസാരിക്കുന്ന ടൈമിൽ അനീഷിൻ്റെ അടുത്ത് ഇവർ ചോദിച്ചു, ഇപ്പം എന്താ ബിഗ് ബോസിലെ കാര്യം, ഇപ്പം എന്താണ് ഇവിടെ നടക്കണേന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അനീഷ് പറയേണ്ടായി നെവിനും ഷാനവാസും തമ്മിൽ ഇങ്ങനത്തെ ഒരു മറ്റേ പ്രശ്നം, ആ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടന്നൊരു കാര്യമില്ലേ, അതിങ്ങനെ സൂചിപ്പിച്ചു. പക്ഷെ അനീഷിന് കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ള രീതിയിൽ എന്തുവാണ് അനീഷ് പറഞ്ഞത്. അത് പക്ഷേ ഷാനവാസ് അതിൽ കൂടി പാസ് ചെയ്യുന്ന ടൈമിൽ ഷാനവാസ് അത് കേട്ടു അത്രേ. അപ്പോൾ ആ ഒരു ദേഷ്യം ഷാനവാസിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആരോട്? നെവിനോടും അതേപോലെ തന്നെ റിയാസിനോടും. അപ്പോൾ റിയാസ് നെവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണ പോലെ എന്തോ ഷാനവാസ് കേട്ടു അത്രേ. അതാണ് സംഭവം. അങ്ങനെയാണ് ഷാനവാസ് ഇന്നിപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ ബിന്നിയൊക്കെ അടുത്തേക്ക് ചെന്നിരിക്കുന്ന സമയത്ത് പറയണ്ടായിരുന്നു ലൈവിൽ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ്. എന്താ കറക്റ്റ് അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. മേ ബി ഇതായിരിക്കണം റീസൺ. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് ഷാനവാസിന് നെവിനോടും റിയാസിനോടൊക്കെ ഭയങ്കര ദേഷ്യം. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് റിയാസിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ബെഡിലേക്ക് കുറച്ച് കോഫി സ്പില്ല് ചെയ്യോ അങ്ങനെ എന്തോ ആയി കഴിഞ്ഞപ്പോഴേക്കും റിയാസ് പറഞ്ഞു ബെഡ്ഷീറ്റ് മാറ്റാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിന് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മൈൻഡിൽ ഈ കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ടാവണം ഷാനവാസ് അത് ഭയങ്കരമായിട്ട് ഒരു ഗസ്റ്റിൻ്റെ അടുത്ത് പെരുമാറാൻ പറ്റാത്ത അത്രയും ദേഷ്യത്തോടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചത്. ആ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഗസ്റ്റിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത മോശപ്പെട്ട വാക്കുകളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതും പിടിച്ചിട്ടാണ് ഇത്രയും ബഹളം ആ ബിഗ് ബോസ് വീട്ടിൽ വന്നത്. അത് ടാസ്കിൻ്റെ ഇടയിൽ നിന്നിട്ട് ഷാനവാസ് ഇങ്ങനെ പെരുമാറിയതിനോട് ആർക്കും തന്നെ ബിഗ് ബോസ് വീട്ടിലെ ഒരാൾ പോലും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അനീഷ് അവിടെ കളിച്ചു കേട്ടോ. അനീഷിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം അറിയാം ആ മനുഷ്യന്. അനീഷ് ശരിക്കും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ ഷാനവാസും റിയാസാണ് ശരിക്കും ഇടപെട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നെവിൻ വന്ന് തലയിട്ടു. എന്ന് വെച്ചാൽ നെവിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായത് കാരണം. അപ്പോൾ സ്ക്രീൻ സ്പേസ് മൊത്തം ആര് കൊണ്ടുപോയി? നമ്മുടെ നെവിനും ഷാനവാസും റിയാസും കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കിയിട്ട് അനീഷ് നേരെ ഷാനവാസിൻ്റെ കൂടെ വന്നിട്ടോ. ഇന്നലത്തെ ടാസ്ക് മുതലേ ഷാനവാസും അനീഷും കുറച്ച് നല്ല ഗുഡ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് അവിടെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി ഇനി അത് മുന്നോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അനീഷ് കട്ടയ്ക്ക് ബാക്കിയുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഷാനവാസിനെതിരെ സംസാരിച്ചപ്പോഴും അനീഷ് ആ ഒരു എന്താ പറയുക ആ ചാൻസ് മാക്സിമം മുതലാക്കി എന്ന് വേണം പറയാനായിട്ട്. ഒന്നില്ലെങ്കിൽ ആളുടെ ഒരു സിൻസിയറിറ്റി കൊണ്ടാവാം, നല്ലൊരു ഫ്രണ്ട് അല്ലേ അപ്പോൾ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് കൊണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം അറ്റൻഷൻ കിട്ടാൻ പറ്റിയ ഒരു ഇഷ്യൂ ആണിത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അനീഷ് അവിടെ കിടന്ന് പ്രകടനം നടത്തിയത്. പക്ഷേ അനീഷ് ഇത്തിരി ഓവറായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ലൈവിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അനീഷിൻ്റെ ആ ഒരു വർത്താനം ഇങ്ങനെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ 100 പ്രാവശ്യം പറയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും സ്ക്രീൻ സ്പേസ് നല്ല രീതിക്ക് തന്നെ ഷാനവാസും നെവിനും അതേപോലെ തന്നെ നമ്മുടെ അനീഷും കൊണ്ടുപോയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് ഇടപെട്ടിട്ട് അവിടെ ഇരിക്കും. ഇനി 3 സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് GM ആയിട്ടുള്ള ലക്ഷ്മി, പിന്നെ ആദില, പിന്നെ ആര്യൻ, റിയാസ്, ഇത്രയും പേര് ഡിസ്കസ് ചെയ്തിട്ട് 3 സ്റ്റാർ ആർക്കൊക്കെ കൊടുക്കണമെന്ന് അവിടെ തീരുമാനിക്കുകയാണ്. തീരുമാനത്തിന് ശേഷം ഗിസൈലിന് 1 സ്റ്റാർ, പിന്നെ നമ്മുടെ നൂറയ്ക്ക് 1 സ്റ്റാർ, പിന്നെ ഒരെണ്ണം അക്ബറിന്. അങ്ങനെ ഈ 3 സ്റ്റാർസ് ഈ 3 പേർക്ക് കൊടുത്തു. പിന്നെ അനീഷ് അതിനെ പറ്റിയിട്ടായിട്ടോ അവിടെ ഒച്ചപ്പാടും ബഹളം. അനീഷിന് ഓൾറെഡി സ്റ്റാർസ് ഇപ്പോൾ കുറവാണ്. അനീഷ് ശരിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ സമരം നടത്തിയതിൻ്റെ പേരിലാണ് അനീഷിന് സത്യം പറഞ്ഞ സ്റ്റാർ മിസ്സായത്. എന്നിട്ടും അനീഷ് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തു. പക്ഷേ എന്നിട്ടും അനീഷിന് സ്റ്റാർ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഷാനവാസിനും ഈ പറഞ്ഞ അനീഷിനും 1 സ്റ്റാർ കൊടുക്കാമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ അത്രത്തോളം അവിടെ പണി ചെയ്തിട്ടുണ്ട്. ഈ റിയാസ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ചപ്പും ചവറൊക്കെ വലിച്ചു വാരിയിടല്, അതേപോലെ തന്നെ പേർപ്പസ്ഫുള്ളി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴും വീട് മാക്സിമം നീറ്റാക്കാനായിട്ട്. അതേപോലെ ആര്യം പോയിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ നല്ല വലിച്ച് മെസ്സാക്കിയിട്ട സമയത്തൊക്കെ അനീഷും ഈ ഷാനവാസൊക്കെ വേഗം പോയി അതൊക്കെ ക്ലീൻ ചെയ്യും. ഭയങ്കര ആത്മാർത്ഥതയോടെ ആയിരുന്നു അവർ ഈ ടാസ്ക് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കൊരു സ്റ്റാർ കിട്ടാതെ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. മേ ബി ഈ ഒരു മോശമായിട്ടുള്ളൊരു ബിഹേവിയറിൻ്റെ പുറത്തായിരിക്കാം. എന്തുതന്നെയാണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ മൊത്തം ഒച്ചപ്പാടാണ് ഇപ്പോൾ. ഗസ്റ്റായി വന്നിട്ടുള്ള നമ്മുടെ റിയാസിൻ്റെ അടുത്ത് സാറ് എന്തുകൊണ്ട് എനിക്ക് സ്റ്റാർ തന്നില്ല, ഇത് സാറിൻ്റെ അടുത്ത് ഞാൻ തീരെ പ്രതീക്ഷയില്ല, സാറ് ഫേവറിറ്റിസം കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഡയലോഗൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ റിയാസ് പറയുന്നുണ്ട്, ഏത് നേരത്താണോ എനിക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും വരാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് റിയാസ് അവിടെ നിന്ന് എണീറ്റൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ.
ഈ പ്രശ്നങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇനി എപ്പിസോഡ് കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ വെളുപ്പിനേ നടന്ന കാര്യമായത് കാരണം നമ്മൾ ആരും എണീറ്റുണ്ടാവില്ലല്ലോ ഈ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവങ്ങളുടെ കിടപ്പ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്